നമസ്കാരം. ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുസ്സിനെ സംരക്ഷിക്കുന്ന, ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന, പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ്. കളരി ചികിത്സയിലും അതേപോലെ തന്നെ ആയുർവേദ രംഗത്തും തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച, ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കടുത്തുരുത്തിയിലെ ഇ പി വാസുദേവ വൈദ്യർ CVN കളരി ആയുർവേദ ഹോസ്പിറ്റൽ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. കളരി ചികിത്സയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം വളരെ വിശദമായി നമുക്ക് ഒന്ന് കാണാം. ഗുരുക്കളെ, ഈ കളരിയിലെ വടക്കൻ കളരി, തെക്കൻ കളരി അതേക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്കറിയില്ല. അപ്പം അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പറയാം. അപ്പോൾ ഈ വടക്കൻ കളരി, തെക്കൻ കളരി എന്ന് പറയുന്ന ആ പേരിലേക്ക് വന്നത് 1956 ശേഷമാണ് അസോസിയേഷനൊക്കെ ഉണ്ടായത്. അത് ശരി, ഒരു ചരിത്രം അറിയാം, അത് പറഞ്ഞാൽ നീണ്ടുപോകും. പക്ഷേ തെക്കൻ കളരി എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതുണ്ടാവുമല്ലോ. ഈ തെക്കൻ കളരി എന്ന് പറയുന്നത് വളരെ പഴക്കമാർജിച്ച തമിഴ്നാട് സമ്പ്രദായത്തിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് കയറി വന്നതാണ്. അത് ആണ്. അപ്പോൾ അടിമുറ, അടിതട എന്നുള്ള രീതിയിലൊക്കെ നല്ലൊരു സമ്പ്രദായമാണ്. അതിന് വളരെ പഴക്കമുണ്ട്. അതായത് സംഘകാല ചരിത്രത്തിന് മുമ്പേ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് തെക്കൻ കളരി എന്ന് പറയും. അതവിടെ നിൽക്കട്ടെ, നമ്മളിവിടെ വടക്കൻ കളരി. ഈ വടക്കൻ എന്ന് പറയുന്നൊരു പേര് വന്നത് അതിന് ശേഷമാണ്. അതിനു മുമ്പ് ഈ വടക്കൻ കളരിയിൽ അറപ്പുകൈ, പിള്ളതാങ്ങി, വട്ടയംതിരിപ്പ്, അങ്ങനെ കുറേ പേരുകളിലാണ് ഇത് അറിയപ്പെട്ടത്. ശരി. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് അറപ്പുകൈ എന്ന് പറയുന്ന സമ്പ്രദായവും പിള്ളതാങ്ങി എന്ന് പറയുന്ന സമ്പ്രദായവുമാണ്. ഈ അറപ്പുകൈ സമ്പ്രദായത്തിൻ്റെ അച്ഛൻ എഴുതിയ പുസ്തകമാണ് കളരിപ്പയറ്റ്, കേരളത്തിലെ ഗ്രന്ഥമാണ്. ഇതൊരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് നമ്മുടെ കേരളത്തിലെ പല കുട്ടികളും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇത് വളപ്പിൽ കരണ ഗുരുക്കൾ എൻ്റെ ഫാദറിൻ്റെ. ശരി. അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണിത്. കളരിപ്പയറ്റിലെ കണക്കുകൾ. ലെജൻഡിൻ്റെ മകൻ, ലെജൻഡിൻ്റെ മരുമകൻ. അപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ മകൻ മൂന്നാമത്തെ ഈ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ 2 ലെജൻസിൻ്റെ. ഞാൻ ലെജൻഡല്ല കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഗ്രന്ഥം ഫോക്കുലർ അക്കാദമിയുടെ അവാർഡ് കിട്ടിയതാണ്. അത് ശരി. മാത്രമല്ല ഇദ്ദേഹം ഗ്രന്ഥമാണല്ലേ? ഇല്ല, ഇതും അതെ. ഇത് പിള്ളതാങ്ങി സമ്പ്രദായത്തിൻ്റെ ഒരു റെഫറൻസ് ഗ്രന്ഥമാണെങ്കിൽ ഇത് അറപ്പുകൈ സമ്പ്രദായത്തിൻ്റെ റെഫറൻസ് ഗ്രന്ഥമാണ്. ഇപ്പോൾ ഈ പിള്ളതാങ്ങി സമ്പ്രദായത്തിൻ്റെ ഇദ്ദേഹത്തിന് 4 ഫോക്കുലർ അക്കാദമി അവാർഡ് കിട്ടിയ 4 5 ഈ ഗ്രന്ഥരചനയ്ക്ക്. അതല്ലാതെ പിന്നെ ഫോക്കുലർ ഫെലോഷിപ്പും ഒക്കെ കിട്ടിയതാണ് വളപ്പിൽ കരണ ഗുരുക്കൾ. ഇവർ പരിചയപ്പെട്ടത് BBC-യിലൂടെയാണ്. ഇവിടെ BBC വരികയുണ്ട്. 1982 ഞാൻ ഇവിടുത്തെ കേട്ടിട്ടുണ്ടല്ലേ? ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം. അതെ, BBC വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BBC 9 വേൾഡിലുള്ള മാർഷ്യൽ ആർട്ടുകളെ കുറിച്ചൊരു റിസർച്ച് നടത്തി. മനോരമയിലെ പരസ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അന്ന് ഞാൻ ന്യൂസ് ഇങ്ങനെ ആളുകൾ വിളിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നത്. കാര്യം ഏതൊരു വായനശാലയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. ഓക്കെ. അവരിങ്ങനെ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പത്രം. ഓക്കെ. ഫൈറ്റിങ്ങിന് വേണ്ടിയൊക്കെ ആളുകളെ ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു സംഭവമാണ് വാസുദേവ ഗുരുക്കളുടെ അച്ഛൻ്റെ. അത് പരസ്യം. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ പത്രങ്ങളിലും, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം എല്ലാ പത്രങ്ങളിലും ശരി, ഒരു ഗുരുക്കളും 2 ശിഷ്യന്മാർ ഇതിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് BBC-യുടെ ഓഡീഷന് വേണ്ടിയിട്ട് ആലുവ
ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഇന്ന ദിവസങ്ങളിൽ വരണം എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കും. അത് ശരി. ഇവിടുന്ന് അച്ഛനും 2 ശിഷ്യന്മാരും പോയി, അവിടുന്ന് വളപ്പിൽ കരണം ഗുരുക്കളും 2 ശിഷ്യന്മാരും വന്നിരുന്നു. അത് ശരി. അവർ തമ്മിൽ കണ്ടുമുട്ടും. ശരി. പക്ഷേ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യം മാത്രം പറയാം. ഇവരുടെ ഫൈനൽ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന BBC ടീമിൻ്റെ അകത്ത് തന്നെ കരാട്ടക്കാരുണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യൻ കരാട്ടെ അസോസിയേഷൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സെൻസായി മോസസ് ചിറകി, ഞങ്ങൾ എന്നും ആദരിക്കുന്ന കരാട്ടെ മാസ്റ്റർ അദ്ദേഹം മരിച്ചുപോയി, എൻ്റെ അച്ഛനും മരിച്ചുപോയി. അപ്പോൾ അവരുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു കരാട്ടക്കാരൻ ഒരു കളരിക്കാരനെ നേരിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൽ ബാക്കി പിന്നെ ഗുരുക്കന്മാർ ശിഷ്യന്മാർ എന്ത് ആൻസർ പറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവരെ അടച്ചിട്ട മുറിയിൽ ഇരുത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശരി, മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും പിന്മാറിയില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഇവർ രണ്ടുപേരും പിന്മാറിയില്ല. ശരി. അച്ഛനും അമ്മായിച്ചനും പിന്മാറിയില്ല. ഇല്ല, ഇവർ രണ്ടുപേരും ഈ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് ആളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തു. രണ്ടുപേർക്ക് തുല്യ മാർക്ക് തന്നെയാണ് കിട്ടിയത്. ശരി. പക്ഷേ ഈ എയർപോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ടും ഗുരുക്കളുടെ ഈ EP വാസുദേവ ഗുരുക്കളുടെ ആ ഒരു പ്രത്യേകമായ ഒരു ലുക്കുണ്ട്, അതും എല്ലാം വെച്ചിട്ട് അവരിവിടെ വരാൻ തീരുമാനിക്കുന്നത് BBC. അങ്ങനെയാണ് 82-ൽ BBC ഇവിടെ ആദ്യം വന്നത്. 82-ലാണ് BBC. സോറി, സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഇതാകുന്നതിന് മുമ്പ് അല്ല. ആ 10 ദിവസത്തെ ഷൂട്ടിലും ഏകദേശം 5 ദിവസവും പത്രങ്ങളിലത് വാർത്തയായിരുന്നു. ശരി. ഇങ്ങനെ പിന്നെ മദാമ മതിലിൽ കയറി എന്നൊക്കെ പറഞ്ഞാണ് ഓരോ ടോപ്പിക്ക് ഹെഡ് കൊടുത്തിട്ടുണ്ട് അന്നത്തെ. അപ്പോൾ ആ ക്യാമറയായിട്ട് അത് അടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചാടി മതിലിൽ കയറി. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ക്യാമറയും ഈ ഇത് കാണുന്നത് ഇവിടെ കാണുന്നത്. അടുത്തിരുത്തി അങ്ങനെയാണ് വേൾഡ് ആയോധന കലാ മാപ്പിലേക്ക് സ്ഥാനം പിടിക്കുന്നത്. അതേപോലെ തന്നെ യുനെസ്കോയുടെ പ്രോഗ്രാമിൽ താങ്കൾ പങ്കെടുത്തല്ലോ. യുനെസ്കോയുടെ പ്രോഗ്രാമിലല്ല, അത് USSRൽ ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അങ്ങോട്ട് അത് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഇൻവിറ്റേഷൻ, അത് ഉദ്ഘാടനം ചെയ്യണ്ട. അപ്പോൾ ശ്രീ ചന്ദ്രലേഖ, അവരെയും നമുക്ക് മറക്കാൻ പറ്റില്ല. ഗ്രേറ്റ് കൊറിയോഗ്രാഫറാണ് ചന്ദ്രലേഖ. അതായത് നൃത്തത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ആളാണ്. നൃത്തവും കളരിപ്പയറ്റുമായിട്ടുള്ള ബന്ധം അച്ഛനും ചന്ദ്രലേഖയും ധാരാളം ഭാഗം ചർച്ച ചെയ്തിട്ടുണ്ട്. ശരി. അങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കുറച്ച് പേര് അവിടെ പോയിട്ട് ചെന്നൈയിൽ അവർക്ക് ക്ലാസ് എടുത്തത്. ആ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം വന്നപ്പം ഞങ്ങൾക്ക് അന്നത്തെ USSRൽ പോകേണ്ടി വന്നു. ഇന്നത്തെ റഷ്യയല്ല. അപ്പോൾ ഗോർബച്ചോവും ഭാര്യയും നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയും ഭാര്യയും കുറച്ച് രാഷ്ട്രത്തലവന്മാരും മാത്രമുള്ള ക്രെംലിൻ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് റെഡ് സ്ക്വയറിൽ ഞങ്ങൾക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതിൽ ഞാനുണ്ടായിരുന്നു, ഇവിടുത്തെ മറ്റു 4 വിദ്യാർത്ഥികളുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പല രാജ്യങ്ങളിലും ചന്ദ്രലേഖയുടെ കൂടെ ഈ പോവുകയും. ഇതൊക്കെ ഒരു ബുക്കാക്കി വെക്കണം കേട്ടോ, ആളുകൾക്ക് ഒരു റെഫറൻസ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ. ബേ ഓഫ് ദി വാരിയർ എന്ന് പറയുന്ന ഗ്രന്ഥം ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ശരി. അതിൽ ഈ പറയുന്ന ഗുരുക്കളുടെ ഈ ടോപ്പിക്കുണ്ട്. നമ്മൾ വിഷയത്തിൽ വിട്ടു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അത് പറയും. അവിടെ ചെന്നിട്ട് പിന്നെ ഇതാണ് ഞങ്ങൾ നമസ്കാരം എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊറിയോഗ്രാഫ് ചെയ്തതെന്ന് ഈ ചന്ദ്രലേഖ. ശരി. പിന്നെ അതിന് ഒരു മ്യൂസിക് ഒക്കെ ചെയ്ത് അങ്ങനെ അത് ഉദ്ഘാടനം. നമ്മുടെ ഈ പൂത്രവന്ദനം എന്ന് പറയുന്നൊരു സാധനം ഡാൻസിൻ്റെ നൃത്തത്തിലെ ആദ്യത്തെ ഒരു വന്ദന ചുവടും വെച്ചിട്ട് ഒരു കൊറിയോഗ്രാഫി ചെയ്ത് ആ ഒരു 10 മിനിറ്റ് പ്രോഗ്രാം ഇവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതാണ് ആദ്യത്തെ നമ്മുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ഈ കളരിയുടെ. അതിനുശേഷം ഇങ്ങോട്ട് ആ ഗ്രന്ഥവും ഇതിൻ്റെ ഡോക്യുമെൻ്ററി പിക്ചറായിട്ട് ഇവർ ഇറക്കി. അത് കണ്ടിട്ട് ഈ വിദേശത്ത് ജപ്പാനിൽ നിന്നുള്ള മാർഷൽ ആർട്ട് മാസ്റ്റേഴ്സ്, ചൈനയിൽ നിന്നുള്ളവർ, ഇറ്റലിയിൽ നിന്നുള്ള മാർഷൽ ആർട്ട് മാസ്റ്റേഴ്സൊക്കെ ഇങ്ങോട്ട് വന്ന് അച്ഛനെ കണ്ട് അവരൊക്കെ ആയിട്ട് അച്ഛൻ വളരെ സൗഹൃദത്തിലായിരുന്നു. മറ്റൊരു മാർഷൽ ആർട്ടിനെയും താഴ്ത്തിക്കെട്ടി പറയുമോ, മറ്റൊരു സമ്പ്രദായത്തിനെ താഴ്ത്തിക്കെട്ടി പറയുക അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ ആയിട്ട് വളരെയധികം എന്താ പറയുക ആത്മറിവുള്ളവർ. അങ്ങനെയാണ്. ഇറ്റലിയിൽ നിന്നുള്ള ഗിനോൾഫി മാസ്റ്റർ അച്ഛൻ മരിക്കുന്നതിന് ഏതായാലും 2 ആഴ്ച മുമ്പ് ഒന്നും അറിയാതെ നേരിട്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പോയി. മനസ്സിൻ്റെ അടുപ്പം. അതേപോലെ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ ശിഷ്യന്മാർ, താങ്കളുടെയും പിതാവിൻ്റെയും ശിഷ്യന്മാർ ലോകത്തെ പല രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കളരി നടത്തുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അറിവാണ്. അതേക്കുറിച്ച് പെട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ബുക്ക് വായിച്ചു, അതറിഞ്ഞിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ശരിക്കും എനിക്ക് താങ്കളെ കാണണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വന്നത്. താങ്ക് യു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോകുന്ന ഞങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അടുത്ത ബാച്ചിൽ ചന്ദ്രലേഖയുടെ കൂടെ വിദേശ രാജ്യങ്ങളുടെ ധാരാളം കളരിപ്പയറ്റുമായിട്ട് ഇവിടുത്തെ കുട്ടികൾ പോയി. അതിനുശേഷം പിന്നീട് ഓരോ രാജ്യത്തിൻ്റെയും യൂറോപ്പിലെ മിക്ക രാജ്യത്തിൻ്റെയും തലസ്ഥാനത്ത്
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ് എല്ലാം മിക്കവാറും രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇവിടുത്തെ കുട്ടികളുടെ കളരിയുണ്ട്. അത് ശരി. ലണ്ടനിലുണ്ട്. അമേരിക്കയിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബാക്കി മിക്കവാറും അവിടെ കാണും, ആരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ കളരിപ്പയറ്റും യോഗയും പഠിപ്പിച്ചും ഇവിടുത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ തിരുമ മാത്രമായിട്ടുള്ള ചികിത്സ ചെയ്തു. ബാക്കി അവിടെ അലൗഡല്ലോ. കൈതൊഴുതുമാറിൻ്റെ പിടിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വണക്കവും കൂടിയാണ്. ആ വണക്കത്തിൻ്റെ കൂടെ നമ്മൾ ഒഴിവാകുവാണെങ്കിൽ ഇവൻ ഒഴിവാകട്ടെ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഇതുണ്ട് ഇതിനകത്ത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അതുമാത്രമാണോ, ഇത് ആചാരക്കൈ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഭാഗവും കൂടിയാണ് അല്ലേ? അപ്പം അത് കയ്യിൽ വരണം. അത് ആചാരക്കൈ എന്ന് പറയുന്നത്. ഇതാണെങ്കിലോ, അപ്പം ഇതാണ് കൈതൊഴുത് മാറിന് പിടിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ മാറിന് പിടിക്കുകയല്ല, എല്ലാ മർമ്മങ്ങളും നമ്മൾ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമി തൊട്ട് വന്നിച്ച് എന്ന് പറഞ്ഞ ഇനി ഇവിടെ നമ്മൾ രണ്ടാമത്തെ ശ്വാസവ്യായാമം കൈ താഴ്ത്തിയിട്ട് ഇവിടെ രണ്ടാമത്തെ ശ്വാസവ്യായാമമാണ് ശ്വാസവ്യായാമം, ബ്രീത്തിങ് എക്സർസൈസ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് രണ്ടാമത്തെ ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. രണ്ടാമത്തെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്ന്, കൈ നേരെ നീട്ടിപ്പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈ അകത്തി ഉപ്പൂറ്റി പൊക്കി ശ്വാസം വിട്ട് കൈ അടുപ്പിച്ച് കൈ താഴ്ത്തി. ഇതാണ് ഒരു വേ. അതായത് ഫുൾ ബ്രീത്ത് ഇൻ, ഫുൾ ബ്രീത്ത് ഔട്ട്. അപ്പോഴാണ് തലച്ചോറിലേക്ക് ഫുള്ളായിട്ട് ഈ ഓക്സിജൻ സപ്ലൈ അതുപോലെ നന്നായിട്ട് തലച്ചോറിലേക്ക് കയറി ചെല്ലുകയും നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള 4 ഹാപ്പി ഹോർമോൺസൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന ബ്രീത്തിങ്ങിൻ്റെ ഇതിൽ. പിന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് ചെയ്യാം. കൈ അല്പം മടക്കി പിടിച്ച് ഒരു സ്പ്രിങ് അകത്തുന്നത് പോലെ നിങ്ങളുടെ എല്ലാ മസിലുകളും ഇവിടെ ടൈറ്റ് ചെയ്യണം. ബ്രീത്ത് ഇൻ. അപ്പോൾ ഒരു കളരി ശരീരം എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ജിമ്മായിരിക്കും, ചിലപ്പോൾ ജിമ്മായിരിക്കില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ മസിൽസും ടൈറ്റ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യണം. ബ്രീത്ത് ഇൻ. ഓക്കെ, സ്കാപ്പിൽ അവിടെ മുട്ടണം. ബ്രീത്ത് ഔട്ട്. ശ്വാസം വിട്ട് ഒരു സ്പ്രിങ്ങിനെ വലിച്ചടിപ്പിക്കുന്നത് പോലെ അടുപ്പിക്കണം. ബ്രീത്ത് ഇൻ. ഇപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനിയൊന്ന് സ്പീഡിൽ ചെയ്യുന്നത്, അത് വാമപ്പാവാൻ വേണ്ടിയാണ്. അത് ഞാൻ പറയുന്ന പോലെ കൈ നീട്ടി പിടിച്ച് ശ്വാസം എടുത്ത് കൈ അകത്തി ശ്വാസം വിട്ട് കൈ അടുപ്പിച്ച് സ്പീഡ് അപ്പ്, സ്പീഡ് നന്നായിട്ട് ചെയ്ത്. ബ്രീത്ത് ഇൻ ഔട്ട്, ബ്രീത്ത് ഇൻ ഔട്ട്, ബ്രീത്ത് ഇൻ ഔട്ട്, ബ്രീത്ത് ഇൻ ഔട്ട്. മതി, സ്റ്റോപ്പ്. കൈ താത്തി. അടുത്തത് നമ്മൾ മറ്റൊരു ബ്രീത്താണ്. ഈ ബ്രീത്തിൻ്റെ പ്രത്യേകത, ഈ ശ്വാസ വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് ഈ നമ്മുടെ ഹെഡിൻ്റെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയും, ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ലോബ് ഇതിൻ്റെ പുറകിൽ. ബാക്കി നമ്മുടെ നെർവസ് സിസ്റ്റം, ആ നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക്, പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, അത് ബാക്കിലുമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും ഈ ശ്വാസവ്യായാമം ചെയ്യുമ്പം ശ്വാസമെടുത്ത് കൈ പൊക്കി പുറകോട്ട് വളഞ്ഞ് ശ്വാസം വിട്ട് മുമ്പോട്ട് കുനിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ശ്വാസം എടുത്ത് കൈ പൊക്കി വളഞ്ഞു നിന്ന് ശ്വാസം വിട്ട് കൈ പുറകോട്ട് താത്തി, നന്നായിട്ട് താത്തി അടിവയറ്റിലേക്ക് നോക്കണം, ഇവിടെ നോക്കണം. എന്നിട്ട് പുറകിൽ പിടിക്കണം, പുറകിൽ പിടിക്കണം. ഇത് ഇങ്ങനെ നിൽക്കണം. ഇത് കേട്ടോ, ബോഡി കൊണ്ട് പാരലായിട്ട് ഇവിടെ ടച്ച് ചെയ്ത് ബ്രീത്ത് ഇൻ ഔട്ട്. ഇനി ഇവിടെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രീത്ത് ഇൻ ഔട്ട്, 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 ബ്രീത്ത് ഇൻ. ശ്വാസം എടുത്ത് കണ്ട് കൈ പൊക്കി 2 വശത്തോടെ കൈ താഴ്ത്തി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പാരാസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഈ ഭാഗമാണ്, ഈ ഭാഗം. ഇത് തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുന്ന ഇവിടെ ഫ്രണ്ടൽ ലോബിലേക്ക് നന്നായിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയാണോ ആചാര്യന്മാർ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യോഗയിൽ ഇത് സൃഷ്ടിച്ചു വെച്ചതെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഈ കളരിയിലാണ്
നമുക്ക് യോഗ വേറെ പല കളരികളിലും യോഗ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ കളരിയിൽ പ്രത്യേകമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. ഇത് കളരിപ്പയറ്റിൻ്റെ ഭാഗമല്ല, യോഗയുടെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ വെട്ട് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പരിചയുടെ മുകളിൽ വെട്ടി കളിക്കുന്നത് പരിചമുട്ട് കളിയാണ്. അങ്ങനെയല്ല, നിങ്ങൾ ഇവിടെ പരിച വെച്ചിട്ട് ഇവിടെ വരുന്ന വെട്ട് തടുക്കാനാണ് പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം പിന്നെ നമ്മൾ അമരുന്നത് എന്തിനാ? ഇത്രയും ഭാഗം താഴെ ഇവിടെ നിൽക്കുക. അപ്പോൾ അമർന്നാലോ നമ്മൾ 4-1 ചുരുങ്ങി. പിന്നെ ഇത്രയും ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പരിചയം ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിക്കളയണം. അതിനുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം, അതിനുള്ള ആർജവം ഉണ്ടായിരിക്കണം, ഊർജ്ജം ഉണ്ടായിരിക്കണം. എങ്കിലേ ഉള്ളൂ കളരിപ്പയറ്റാവുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ധൈര്യം വരുന്നത്. ഓക്കെ, ഓതിരം പെട്ടി. ഇതാണ് ഓതിരം വെട്ട്. മനുഷ്യൻ്റെ സഹജമായ അടി വെട്ട് എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. എടുത്തോ, പരിചയം എടുത്തു. ഓതിരം അളവ് വാരി മറുവാരി തടുക്കുക. ആ ഓക്കെ, ചെയ്തോ. അവൾ തടുത്തോളും. വേട്ടെ വാ. എവിടെ കണ്ണ് ചിമ്മരുത്, പേടിക്കരുത്, ഭയം മുഖത്ത് കാണരുത്. ഓക്കെ, വൺസ് മോർ. ഓതിരം. ഇനി ഒന്നുകൂടെ പുറകോട്ട് മാറിയത്. ഒരു ഓതിരം മാത്രം വരും. നീ നെഞ്ചത്ത് പരിച വെച്ചിട്ട് കുറച്ച് മാറി നന്നായിട്ട് ഓതിരം തൊടത്തോളം മാറി. ഓതിരം പെട്ടി, ഉളവ് പെട്ടി, കടകം പെട്ടി, മറുകടക, തലയ്ക്ക്. ഇനി ഇത് വായ്ത്താരി ഇല്ലാതെ നീ ഇത്. തൊഴുതമർന്ന് അമർച്ചയിലിടത്ത് വെച്ച് വലത് കൊണ്ട് ചവിട്ടി, വലത് വയ്യോട്ട് മാറി, ഇടത്തേത് കൂട്ടി വാങ്ങിയ തടിയ. ഇടത്ത് വെച്ച് വലത് കൊണ്ട് ചവിട്ടി, വലത് വയ്യോട്ട് മാറി, ഇടത്തേതെടുത്ത് നോക്കി, വലത്തേതിന്മേൽ ചാടിക്കിട്ട് ചവിട്ടി വലിഞ്ഞമർന്നവളെ നിവർന്ന് കഴിയുമ്പോൾ വലിഞ്ഞമർന്ന് ഔട്ടാകട്ടെ. ഇത് ബോഡി ഓപ്പണായി പോകാൻ. മനസ്സിലായോ? ഇത് കിട്ടും. അത് വന്നാലോ? യെസ്. അപ്പോൾ ഇവിടെ ഈ മേയ്പ്പയറ്റിൻ്റെ ഇവിടെ കളരിയിൽ 12 മേയ്പ്പയറ്റുകളാണുള്ളത്. മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ എന്നീ മുറകളിലാണ് കളരിപ്പയറ്റ് വടക്കൻ ചിട്ടയിലെ അറപ്പുകൈ പോകുന്നത്. പിള്ളതാങ്ങി സമ്പ്രദായത്തിലുള്ള മേയ്പ്പയറ്റും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിള്ളതാങ്ങി സമ്പ്രദായത്തിലുള്ള അത് വളപ്പിൽ കരണം ഗുരുക്കൾ എന്ന് പറയുന്ന എൻ്റെ ഫാദർ ഇൻ ലോയുടെയാണ്. EP വാസുദേവ ഗുരുക്കൾ എന്ന് പറയുന്ന എൻ്റെ ഫാദറിൻ്റെയാണ് ഈ ഇവിടുത്തെ സമ്പ്രദായമായ അറപ്പുകൈ. അത് കോഴിക്കോട് വടക്കൻ ഭാഗത്ത് നിന്ന് വന്നതാണ്. അവിടുന്ന് വന്ന് ആദ്യമേ നമ്മൾ തുടങ്ങിയൊരു കളരിയാണ്. ഏകദേശം കോട്ടയം ജില്ലയിൽ 56-57 കാലഘട്ടം എന്ന് പറയുമ്പോൾ 70 വർഷമാകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് മേയ്പ്പയറ്റ് എന്ന് പറയുന്ന ഈ സംഗതിയിൽ തന്നെ ധാരാളം അടവുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. തൊഴുത അമർന്നു മുതൽ. അതാണ് ഞാൻ ആദ്യം തൊഴുതയിൽ ഒരു അടവ് കാണിച്ചത്. ഈ തൊഴുത് പിടിച്ചതിൽ ഒരെണ്ണം കാണിച്ചില്ലേ? അതുപോലെ ആചാരക്കൈ എന്ന് പറയുന്ന സംഗതി ഇതിലും പിള്ളതാങ്ങി സമ്പ്രദായത്തിലുമുണ്ട്. ഒരു ആചാരക്കൈ കാണിച്ച് ഇങ്ങനെ കൈ, ഇത് ആചാരക്കൈയാണ്. പഞ്ചപുച്ഛ അടക്കി നിൽക്കുന്ന പോലെ തോന്നും. പഴയ ആൾക്കാർ പഞ്ചപുച്ഛ അടക്കി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇവരിട്ട് കൊള്ളിയല. ഇതുണ്ടോ? അതുപോലെ തന്നെ കൈയുടെ ഇതിനകത്ത് വടിവുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള ഒരു വരാഹ വടിവ് കാണിച്ച് പന്നിയുടെ തേറ്റ പോലെ അതുകൂടെ നീക്കിത്തരുത്ത്. അപ്പം ഇതിൽ നീക്കിത്തരത്തിൽ ഫസ്റ്റ് വരുന്ന ആ തട ഇതാണ്. ഇത് ഈ കാലുകൊണ്ടുള്ള അടിക്കും ഈ ഇടിക്കും ഒക്കെ ഇത് തന്നെ വരും. ഇത് കളരിപ്പയറ്റിൽ മറ്റൊരു സംഗതിയാണ്. ഏതൊക്കെ കളരിപ്പയറ്റിൽ മേയ്പ്പയറ്റിൽ ആവർത്തിച്ച് വരുന്നോ, കോൽത്താരിയിൽ ആവർത്തിച്ച് വരുന്നോ, അങ്കത്താരിയിൽ ആവർത്തിച്ച് വരുന്നോ, വെറുകയിൽ ആവർത്തിച്ച് വരുന്നോ, അതെല്ലാം ആവർത്തിച്ച് ചെയ്യണമെന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം ഈ കളരികളിൽ
ഈ ആവർത്തിച്ച് വരുന്ന അത് അടവുകളാണ്, പ്രയോഗങ്ങളാണ്, നമുക്ക് ഫൈറ്റിങ്ങിന് ഉപകരിക്കുന്നതാണ്. അത് സ്ട്രീറ്റ് ഫൈറ്റിലാകട്ടെ, നിങ്ങളുടെ സെൽഫ് ഡിഫെൻസിനാകട്ടെ, എല്ലാത്തിനും ഉപകരിക്കുന്നതാണ്. ഇത് എടുത്ത് ചെയ്യണം. അത് എടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മെയ്പ്പൈറ്റിൽ ഒരു തവണയല്ലേ ഇടത്തെടുത്തുള്ളൂ, അല്ലേ? പക്ഷേ റിപ്പീറ്റഡായിട്ട് ഇടത്തെടുക്കണം. ഒന്ന് ഇടത്തെടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കൂടാതെയോ, ഇടത്തെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മുകളിൽ ചെയ്യണമെന്നൊന്നുമില്ല. ഇടത്തെടുത്ത്, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെയാണ് ഇത്, ഇടത്തെടുത്ത്. അപ്പോൾ ആ കാല് വരുന്നത് അറിയുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ അടവുകളും അടങ്ങിയതാണ് ഈ മെയ്പ്പൈറ്റ് മുതൽ അങ്ങോട്ട് മർമ്മങ്ങൾ പഠിപ്പിക്കുന്ന വെറുങ്കൈ വരെയുള്ള വടക്കൻ കളരിപ്പയറ്റ്, അതല്ലെങ്കിൽ ഈ അറപ്പുകൈ സമ്പ്രദായം എന്ന് പറയുന്നത്.